നമസ്കാരം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ചെന്നൈയിൽ തുടക്കമാവുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തുന്നതാവട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മോദിയെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നതാവട്ടെ തമിഴകത്തിന്റെ മന്ത്രിയും സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ നേരിട്ടാണ്. നിലവിൽ എന്തായാലും ചെന്നൈയിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴകത്തെ രണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇതിന് ഔദ്യോഗികമായി തമിഴ്നാട് സർക്കാർ സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ പോലും BJPയുടെ IT സെല്ലും മറ്റും ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. തിരുച്ചിറപ്പള്ളിയിലുള്ള ശ്രീരംഗം ക്ഷേത്രം, അതിനോടൊപ്പം തന്നെ രാമനാഥപുരത്തുള്ള രാമേശ്വരം ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോദി സന്ദർശനം നടത്താൻ അല്ലെങ്കിൽ ദർശനം നടത്താൻ വേണ്ടി എത്തുന്നത് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. തീർച്ചയായും ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം അധികമാണ്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി എടുത്തു പറയുന്നത് നിലവിൽ മുസ്ലിം ലീഗിന്റെ സീറ്റായ രാമനാഥപുരം തന്നെയാണ്. നമുക്കറിയാം ഇപ്പോഴവിടെയുള്ള MP കനികെ നിവാസാണ്. അങ്ങനെ മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവരുടെ സിറ്റിംഗ് സീറ്റായ രാമനാഥപുരത്ത് മോദി മത്സരിക്കുമോ എന്ന രാഷ്ട്രീയ അഭ്യൂഹം ഇപ്പോൾ വീണ്ടും ചൂടുപിടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ രാമേശ്വരം സന്ദർശനത്തിനോടനുബന്ധിച്ച്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കാര്യമുണ്ട്. കാരണം ജനുവരി 22-ാം തീയതി അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുകയാണ്. അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നതിന് തൊട്ട് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. അതിനോടൊപ്പം തന്നെ രാമേശ്വരത്തും ദർശനം നടത്തുന്നു. രാമേശ്വരത്ത് പോയിട്ടുള്ള ഭക്തർക്കറിയാം അവിടെ ശ്രീരാമചന്ദ്രന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ദർശനത്തിന് എത്തുന്ന മിക്ക ഭക്തജനങ്ങളും രാമേശ്വരത്ത് നിന്നുള്ള മണ്ണ് വളരെ വിശുദ്ധമായ ഒരു വസ്തുവായി കരുതി കൊണ്ടുപോകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ മോദി രാമേശ്വരത്തെത്തി രാമേശ്വരത്തെ മണ്ണ് അയോധ്യയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് നൽകാൻ പോകുന്ന രാഷ്ട്രീയ മാനങ്ങൾ ഏറെയായിരിക്കും. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലുള്ള ഒരു അകലം കുറയ്ക്കുക എന്ന BJPയുടെ ദീർഘകാലങ്ങളായുള്ള പരിശ്രമം അത് വീണ്ടും ഒന്നുകൂടി ശക്തിപ്പെടും. നമുക്കറിയാം ഇതിനോടകം തന്നെ തമിഴ് കാശി സംഗമവും മറ്റും കേന്ദ്ര സർക്കാർ വളരെ ഫലപ്രദമായി തന്നെ നടത്തിയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവുന്നത്. അങ്ങനെ അയോധ്യ എന്ന വിഷയം അത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും വളരെ സജീവമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുക എന്നത് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളം.